എന്താന്ന് ചോദിച്ചാലേ, ഞാനിവിടുത്തെ അശ്ശുഊനുൽ ഇസ്ലാമിയ ദാറുൽ ഇഫ്താ അശ്ശുഊനുൽ ഇസ്ലാമിയ ഉണ്ടല്ലോ UAE-ന്റെ, അതിലേക്ക് ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബൈത്തുകളും അദ്ദേഹത്തിന്റെ ദീവാനിനെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചുകൊണ്ട് ഒരു ഫത്വ പോസ്റ്റ് ചെയ്തിരുന്നു. കേട്ടോളി. അതിന് അവരെനിക്ക് തന്ന മറുപടി കേൾക്കണം. നിങ്ങൾക്ക് ഭയങ്കര രസകരായി. ഞാൻ ചോദിച്ചു, ഞാൻ വളരെ കൂളായിട്ട് ചോദിച്ചു, ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇപ്പൊ പറഞ്ഞത് ഇത് ലാഹിറാണല്ലോ ഇസ്തിഗാസയിൽ. എന്റെ ചോദ്യമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങി. ഫലമ്മാ ഖറഅതുഹു വജദതു ഫീഹാ കസീറൻ മിനൽ ഇസ്തിഗാസാതി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലൻ യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമ كل الوجود وجودا هذه قراءة مذنب متمسك بولائكم من يوم كان وليدا. ആ ബൈത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, هذا ظاهر في الاستغاثة بعد موت النبي صلى الله عليه وسلم كيف يقول هكذا الشيخ ابن حجر العسقلاني أو هذا الكتاب منقول عليه هل يصح نسبته صحيحا إليه أم لا എന്നാണ്. أريد جوابا شافيا وكافيا برأفتكم العالية والله يرزقنا وإياكم العلم النافع وحسن العاقبة آمين. ഇതാണ് എന്റെ ചോദ്യം. അതിനൊരു മറുപടി തന്നെ കേൾക്കണം. നിങ്ങൾക്ക് അല്ലാഹ് കേൾക്കുന്നില്ലേ? സുഹൃത്തുക്കളെ കേൾക്കുന്നില്ലേ? ഇവർ തന്ന മറുപടി കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കാമോ സുഹൃത്തുക്കളെ? ഓക്കെ അല്ലേ? ഇവർ തന്ന മറുപടി കേട്ടോളൂ. ഇവരെന്നോട് മറുപടി പറയാണ്. വൽ ഖുലാസ, ചോദ്യത്തിന്റെ മറുപടി, ലാ യൽഹറു അന്ന ഫിൽ അബിയാതി ഇസ്തിഗാസതൻ മുഹറമ, ഹറാമായ ഒരു ഇസ്തിഗാസയും ഇപ്പറഞ്ഞ ബൈത്തിൽ ഇല്ല. എനിക്ക് കേൾക്കണം. വൽ ഇസ്തിഗാസതു ബിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാഇനോടും ഔലിയാഇനോടും ഇസ്തിഗാസ ചെയ്യൽ അലാ സബീലി തസബ്ബുബി, കാരണക്കാർ എന്ന നിലക്കാണ്. മഅ ഇഅ്തിഖാദി അന്നൽ മുഗീസ ഹഖീഖതൻ ഹുവല്ലാഹ്, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹു തആലയാണെന്ന വിശ്വാസത്തില് മഹാന്മാരായ അംബിയാവും ഔലിയാക്കളും അതിന് കാരണക്കാരൻ ആകണം എന്ന നിലക്കാണ് അംബിയാഇനോടും ഔലിയാഇനോടും സഹായം തേടുന്നത്. മുസ്തഹ്സനത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി, ഇത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ അമ്പിയാക്കളും ഔലിയാക്കളും കാരണക്കാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ഇസ്തിഗാസ ചെയ്യൽ വളരെ നല്ല കാര്യമാണ്. ഇൻദ അഹ്ലിൽ ഇൽമി, മഹാരഥന്മാരായ അഇമ്മത്തിന്റെ അടുക്കൽ റഹിമഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പോരാ, ലിദലാലത്തിൽ കിതാബി വസുന്ന അലാ ദാലിക് വല്ലാഹു തആല അഅലം. ഖുർആനും ഹദീസും അതാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആലാക്ക് അറിയാം. എനിക്കവരയച്ചെന്ന മറുപടിയാണിത്. ഞാൻ അത്ഭുതപ്പെട്ടു ഇത് കണ്ടിട്ട്. നിങ്ങൾ ചിന്തിച്ചോക്കെ. അതിന്റെ ലിങ്കൊക്കെ തരാം. ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താല് സത്യം ഇങ്ങോട്ടേക്ക് വെളിവാകും. ആ ജംഇയ്യത്ത് ശുഊനുൽ ഇസ്ലാമിയ ദുബൈ, ഇവിടെ UAE-ന്റെ ഔഖാഫ്, UAE ഔഖാഫ് എന്നുള്ള ലെറ്ററാണ് വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കിങ്ങനെ തോന്നിപ്പോയി. ഈ UAE ഔഖാഫ് സ്വന്തമായിട്ട് ഞാൻ അയച്ചു കൊടുത്ത ചോദ്യത്തിന് എനിക്ക് തന്ന മറുപടിയാണ്. ഇൻഷാ അല്ലാഹ് 8 മിനിറ്റ് ഇതാ അതിന്റെ കോലം. ഒറ്റ മിനിറ്റ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, ഒറ്റ മിനിറ്റ്. ഇതാ ഞാൻ പിടിട്ടുതരാം. ഇതാ ഇതാണ് ആ സാധനം. നോക്കിക്കോളൂ. അവരുടെ മറുപടിയാണ് വൽ ഖുലാസ ലാ യൽഹറു അന്ന ഫിൽ അബിയാതി ഇസ്തിഗാസതൻ മുഹറമ വൽ ഇസ്തിഗാസ ബിൽ അംബിയാഇ വൽ ഔലിയാഇ അലാ സബീലി തസബ്ബുബി മഅ ഇഅ്തിഖാദി അന്നൽ മുഗീസ ഹഖീഖതൻ ഹുവല്ലാഹു തആല മുസ്തഹ്സനത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി റഹിമഹുമുല്ലാഹ് ലിദലാലത്തിൽ കിതാബി വസുന്ന അലാ ദാലിക് വല്ലാഹു തആല അഅലം. അണ്ടാ അൽ ഹൈഅത്തുൽ
ആമ്മ ലിശുഊനിൽ ഇസ്ലാമിയ വൽ ഔഖാഫ്. മനസ്സിലായില്ലേ? ഇവരുടെ ഫത്വയാണ് ഈ പറഞ്ഞത്. UAE-ന്റെ ഫത്വ കമ്മിറ്റിയാ ഇത്. ഇവരാണ് പറയണത് എന്ത്, അതിലൊരു കംപ്ലൈന്റും ഇല്ല. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ ചെയ്താല് എന്താണ് ഉദ്ദേശം? അവര് കാരണക്കാരനാകണം എന്ന നിലക്കാണ്. അത് മുസ്തഹ്സനത്തിൽ എന്റെ അഹ്ലുൽ ഇൽമിന്റെ അടുക്കലേക്ക് അത് വളരെ നല്ലതായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. വളരെ മുസ്തഹ്സനത്താണ്. അതല്ലേ മുസ്തഹ്സിനീനാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. കണ്ടില്ലേ? മഹാനായ ഇമാം സുബ്കി റഹിമഹുള്ള പറഞ്ഞതെന്താ? യജൂസു വയഹ്സുനൂന. അതൊക്കെയാണ് ഇവരുടെ തെളിവെന്ന് എനിക്ക് തോന്നുന്നു. ആ തെളിവൊന്നും ഇവരിവിടെ ഉദ്ധരിച്ചു കാണുന്നില്ല. എന്തായാലും വളരെ നല്ലതാണ് വഫാത്തായ അംബിയാഇനോട് അതുപോലെ തന്നെ ഔലിയാഇനോട് കാരണക്കാരനാകണം എന്നുള്ള നിലക്ക് ഇസ്തിഗാസ ചെയ്യുക എന്നത്. ഓക്കെ, ഞാൻ എന്തായാലും കുറച്ചാളുകൾക്കൊക്കെ ഞാനതിന്റെ ഇത് ഫോർവേഡ് ചെയ്തു തരാം. അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാവട്ടെ. എന്നിട്ട് മുഫാദ് മോനൊക്കെ വരുമായിരിക്കും. അപ്പൊ അവരൊക്കെ അതിനനുസരിച്ച് അതുകൊണ്ട് ഉഷാറാക്കിങ്ങാണ്ട് നാളെ നമുക്ക് ഫേസ്ബുക്കിൽ മഞ്ചാക്കാം. ഞാൻ മൈക്ക് വിടാം. അസ്സലാമു അലൈക്കും.